മാംഗല്യസൂത്രം ഭാഗം 10. അടുക്കളയിലേക്ക് പോകുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുനീർ കൊണ്ട് മുമ്പിലേക്കുള്ള കാഴ്ചകൾ പോലും മറഞ്ഞിരുന്നു. അവ അമർത്തി തുടച്ചുകൊണ്ട് അവൾ മുമ്പോട്ട് പോയി. അടുക്കളയിലെത്തിയതും കത്തിയെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു. ഇതോടെ എല്ലാം അവസാനിക്കട്ടെ എന്നും പറഞ്ഞ് കയ്യിലേക്ക് കത്തി അമർത്താൻ നോക്കിയതും അവളുടെ ഫോൺ റിങ് ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ ഫോൺ എടുക്കാൻ ചെന്നതും അവളുടെ അമ്മയായിരുന്നു ഫോണിൽ. അവൾ കണ്ണുകൾ തുടച്ച് ഫോൺ എടുത്തു. ഹലോ മോളെ. ആ പറ അമ്മ. നീ ഉറങ്ങിയോ? ഇല്ല അമ്മ. എന്താ? നീ ഓക്കെ അല്ലേ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതാ ഞാൻ നിന്നെ വിളിച്ചത്. അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും അവൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. മോളെ, എന്ത് പറ്റി പറ. എനിക്ക് മനസ്സിലൊരു തോന്നൽ നിനക്ക് എന്തോ പറ്റിയെന്ന്, അതാ ഞാൻ നിന്നെ വിളിച്ചത്. എന്ത് പറ്റി? കരയാതെ കാര്യം പറ മോളെ. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മോളെ, നീ ഇനി ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾക്ക് വേണം നിന്നെ. ഇപ്പം ഞങ്ങൾ വരാം, നീ കരയാതെ. അനുവിൻ്റെ അമ്മ കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചു. ഉടൻ തന്നെ അവളുടെ അച്ഛനും അമ്മയും കൂടാതെ കുറച്ച് മറ്റ് ബന്ധുക്കളും കൂടി അവളെ കൂട്ടാൻ പോയി. കാര്യങ്ങൾ അറിഞ്ഞതും എല്ലാവർക്കും അവനോട് ദേഷ്യമായിരുന്നു. എൻ്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇനി അവൻ ജീവിക്കണ്ട എന്നും പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങി. അവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പേ തന്നെ അവൻ്റെ വീട്ടുകാരെ വിളിച്ച് അങ്ങോട്ടേക്ക് എത്താൻ അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നു. ശ്രാവൺ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. അനാമിക ആകെ തളർന്നു പോയിരുന്നു. താൻ ഇത്ര അധികം സ്നേഹിച്ചിട്ടും ചതിച്ചല്ലോ എന്നോർത്ത്. പോരാത്തതിന് അവനെ പിരിയുന്ന സങ്കടവും. ഇത്രയും നാൾ സ്നേഹിച്ച് മനസ്സിൽ കൊണ്ട് നടന്ന ആൾക്ക് തന്നെ വേണ്ടെങ്കിലും അവൾക്ക് അവനെ ഉപേക്ഷിക്കുന്നത് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. എങ്കിലും തന്നെ വേണ്ടാത്ത, തന്നെ മനസ്സിലാക്കാത്ത ശ്രീയേട്ടൻ ഇനി വേണ്ട. എന്നെ ചതിക്കായിരുന്നില്ലേ? എൻ്റെ സ്നേഹത്തെ മുതലെടുക്കായിരുന്നില്ലേ? പറ്റിക്കായിരുന്നില്ലേ എന്നെ? ഇനി വയ്യ, എല്ലാം അവസാനിപ്പിക്കാം എന്നവൾ മനസ്സിലുറപ്പിച്ചു. മുറ്റത്ത് വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ശ്രാവൺ ഉണർന്നത്. അടുത്ത് നോക്കുമ്പോൾ അനുവിനെ കാണാനില്ല. പെട്ടെന്ന് ശ്രാവൺ ഫോണെടുത്ത് സമയം നോക്കിയതും കണ്ടത് അവനും രാഹുലുള്ള ചിത്രങ്ങൾ. അവനൊന്ന് ഞെട്ടി. അവൻ്റെ എല്ലാ രഹസ്യങ്ങളും അവൾ അറിഞ്ഞെന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും എല്ലാവരും അകത്ത് കയറിയിരുന്നു. അനു അവരെ കണ്ടതും അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ശ്രാവണിൻ്റെ വീട്ടുകാരും അവിടെ എത്തിയിരുന്നു. എല്ലാവരും അറിഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ശ്രാവണിൻ്റെ വീട്ടുകാർക്കൊരു കുലുക്കം ഉണ്ടായില്ല. കാരണം അവർക്കിതെല്ലാം നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും ഒരു പെണ്ണ് കെട്ടി അവൻ നന്നാവും എന്ന് കരുതി. എല്ലാവരും കൂടെ ചതിച്ചതാണെന്ന് അനുവിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രാവൺ ഫോണിലെ ചാറ്റുകളും ഫോട്ടോസും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ വന്നതും അവളുടെ അച്ഛൻ അവൻ്റെ മുഖമടിച്ചൊരടി കൊടുത്തു. അപ്പോഴേക്കും അവൻ്റെ വീട്ടുകാർ ചേർന്ന് അച്ഛനെ തടഞ്ഞിരുന്നു. എല്ലാവരും കൂടി ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ? അവളുടെ അച്ഛൻ പറഞ്ഞു. നീ ഇതേപോലെ ഒരുത്തനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ മോളുടെ ജീവിതം തകർത്തത്? നിന്നെ അവൾ അത്ര അധികം സ്നേഹിച്ചതല്ലടാ. നിന്നെ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെയല്ലേ കണ്ടത്. നിനക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നില്ലേ? നിനക്ക് പേരിന് കൊണ്ടു നടക്കാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചെന്നത്. വെറുതെ വിടില്ല ഒന്നിനെയും. ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോവാം, നോക്കിക്കോ. ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. ആ വാക്കുകൾ പറയുമ്പോഴും ആ അച്ഛൻ്റെ ഹൃദയം അത്രമേൽ തകർന്നിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും ശ്രാവൺ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് നീ ഇപ്പോൾ ഇറങ്ങിക്കോണം. നിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത്. ഞാനിതെൻ്റെ കൊച്ചിന് കൊടുത്ത വീടായത്. ഇനി നീയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. എല്ലാം പറയുമ്പോഴും ഒരു തരി സങ്കടം പോലും അവനുണ്ടായിരുന്നില്ല. കാരണം ഒരു തരി ഇഷ്ടം പോലും അവൻ അവളോടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഒരിക്കൽ പോലും അവൻ അവളെ സ്നേഹിച്ചിട്ടില്ല. അവൻ അവൻ്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്തിറങ്ങി. അവൻ ഇറങ്ങാൻ നേരം അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാ ശ്രീയേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചല്ലേ നിങ്ങളെ. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഏട്ടാ എന്നും പറഞ്ഞ് അവൾ കരഞ്ഞു. ഇതെല്ലാം ഉണ്ടായിട്ടും അവനൊരു കുലുക്കവും ഉണ്ടായില്ല. ആ പെണ്ണിൻ്റെ കരച്ചിൽ കണ്ടിട്ടും അവളുടെ ആത്മാർത്ഥമായ പ്രണയം കണ്ടിട്ട് പോലും അവളെ ചതിച്ചതിൽ അവനൊരു കുറ്റബോധവും തോന്നിയില്ല. അവൻ അവളെ പിടിച്ചു മാറ്റി. അപ്പോഴേക്കും അവളുടെ അമ്മ അവളെ പിടിച്ചു മാറ്റിയിരുന്നു. അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി അവൻ്റെ വീട്ടുകാരുടെ കൂടെ.
മതി മോളെ കരഞ്ഞത്. എന്തിനാ നിന്നെ വേണ്ടാത്തവന് നിനക്ക്? ഇനി എൻ്റെ മോള് കരയരുത്, ഞങ്ങളുണ്ട് കൂടെ. അങ്ങനെ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വീടടച്ച് അവർ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ആ യാത്രയിൽ മുഴുവൻ അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച ആ നിമിഷത്തെ അവൾ ഓർത്തു. അവൾ ആഗ്രഹിച്ചിരുന്നു അവസാന സമയത്തെങ്കിലും തന്നെ ശ്രീയേട്ടൻ വേണമെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ശ്രീയേട്ടന് ആരുമല്ലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കൽ പോലും ശ്രീയേട്ടനെ കാണാൻ ഇടവരുതരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനി എന്താവും എൻ്റെ ജീവിതം, ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്തയും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. തുടരും.